ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 31 മുതൽ 42 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് സുവിശേഷത്തിൽ വായിക്കുന്നത്. ഏറെ ഈ ഭൂമിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ അത് ക്രിസ്തു തന്നെയാണ്. അന്നും ഇന്നും എല്ലാ കാലഘട്ടത്തിലും ക്രിസ്തു വളരെയധികം ഈ ഭൂമിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പരസ്യജീവിത കാലഘട്ടത്ത് ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളുമെല്ലാം അവൻ ദൈവപുത്രനാണ് എന്ന് ഈ ലോകത്തിലെ സകല മനുഷ്യരും തിരിച്ചറിയാൻ വേണ്ടിയായിരുന്നു. ദൈവരാജ്യം സംജാതമായി എന്ന ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയായിരുന്നു. പക്ഷെ അവൻ്റെ ചുറ്റും കൂടി എല്ലാ ജനങ്ങളും എല്ലാ അത്ഭുതങ്ങളും അവനിൽ നിന്ന് സ്വീകരിക്കുമ്പോഴും അവർ അവനെ അത്ഭുത പ്രവർത്തകനായും അടയാളങ്ങൾ ചെയ്യുന്നവനായും മാത്രം നോക്കിക്കണ്ടു. വലിയൊരു ജനക്കൂട്ടം അവൻ്റെ ചുറ്റുമുണ്ടായിരുന്നു എന്ന് വചനം പലപ്പോഴായി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അവനെ കാണുവാനായി പലരും വഴിയരികിൽ കാത്തുനിന്നുവെന്ന് വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. പരസ്യജീവിതത്തിൻ്റെ 3 വർഷക്കാലയളവിനുള്ളിൽ ക്രിസ്തുവിന് ചുറ്റും വലിയൊരു ജനക്കൂട്ടം എപ്പോഴും ഉണ്ടായിരുന്നു. ഇങ്ങനെ വലിയൊരു ജനക്കൂട്ടത്തിന് മുഴുവനും ക്രിസ്തു വലിയൊരു അത്ഭുത പ്രവർത്തകനായിരുന്നു, അടയാളം ചെയ്യുന്നവനായിരുന്നു. അവൻ്റെ വാക്കുകളിൽ ശക്തിയുണ്ടായിരുന്നു, അവൻ്റെ വാക്കുകളിൽ നന്മയുണ്ടായിരുന്നു. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വാക്കുകളും ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയിലും ചുരുങ്ങിപ്പോയ ഒരു ജനം ക്രിസ്തുവിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാതെ പോയി എന്നുള്ളതാണ് അവൻ്റെ മരണത്തിന് കാരണമായി മാറിയത്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥനെ കാണുമ്പോൾ യഹൂദർ കല്ലെറിയാൻ വേണ്ടി കല്ലെടുക്കുന്നുണ്ട്. വളരെ വേദന നിറഞ്ഞൊരു വാക്കാണിത്. ദൈവപുത്രൻ ഈ ഭൂമിയിൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ തക്ക വിധത്തിൽ മനുഷ്യരുടെ മുമ്പിൽ വെറുപ്പുള്ളവനായി മാറി. അത്രയേറെ മനുഷ്യനായി മാറിയ കാരണം എന്താണ് എന്ന് ക്രിസ്തു സുവിശേഷത്തിൽ ചോദിക്കുന്നുമുണ്ട്. നിങ്ങൾ എന്തിനാണ് എന്നെ കല്ലെറിയാൻ വേണ്ടി ഒരുങ്ങുന്നത്? അപ്പോൾ അവർ നൽകിയ ഉത്തരം ഇതാണ്: നീ ദൈവദൂഷണം പറയുന്നു, നീ ദൈവമാണെന്ന് നിന്നെ തന്നെ വ്യക്തമാക്കുന്നു. യേശു പഴയ നിയമത്തിലെ വചനങ്ങളൊക്കെ പറഞ്ഞ് അത് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്നിട്ടും ജനത്തിന് മനസ്സിലാകുന്നില്ല. അവർ അപ്പോഴും ക്രിസ്തുവിനെ കണ്ടത് ദൈവമായിട്ടല്ല, മറിച്ച് അത്ഭുത പ്രവർത്തകനായിട്ടും അടയാളം ചെയ്യുന്നവനുമായിട്ടാണ്. ക്രിസ്തുവിനെ ഒരിക്കൽ പോലും ദൈവമായിട്ടും ദൈവപുത്രനായിട്ടും കാണാൻ മനുഷ്യർക്ക് സാധിച്ചില്ല. പ്രിയമുള്ളവരെ, ഇങ്ങനെ സാധിക്കാതെ പോയതാണ് ക്രിസ്തുവിനെ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെടാനുള്ള കാരണവും. ക്രിസ്തു ആരാണ് എന്ന് ജനങ്ങൾക്കാർക്കും മനസ്സിലാകാൻ കഴിയാതെ പോയി. ഈ സുവിശേഷ ഭാഗം നമ്മോടും ചില വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ക്രിസ്തു ക്രൂശിൽ തറയ്ക്കപ്പെട്ടതുപോലെ നമ്മുടെ മുമ്പിലും ക്രിസ്തു തറയ്ക്കപ്പെടുന്നുണ്ടോ? നാമും ക്രിസ്തുവിലേക്ക് സമീപിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അത്ഭുതങ്ങൾ കാണാനാണോ? അടയാളങ്ങൾ നേടാൻ വേണ്ടിയാണോ? അതോ ഒരാശ്വാസ വാക്കിന് വേണ്ടി മാത്രമാണോ? ഇതിനെല്ലാത്തിനുമുപരി ക്രിസ്തുവിനെ അവനായി കണ്ടുകൊണ്ട് അവൻ ദൈവപുത്രനാണ് എന്ന വലിയ വിശ്വാസത്തോടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചുരുങ്ങിപ്പോകാതെ ആ ക്രിസ്തുവിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, അവൻ്റെ സഹനങ്ങളെ, അവൻ നൽകുന്ന ജീവിതയാത്രകളെ അതേപടി സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത. ക്രിസ്തു ആഗ്രഹിക്കുന്നതും തെറ്റിദ്ധരിക്കപ്പെടാത്തൊരു ജീവിതത്തിന് വേണ്ടിയാണ്. ഈ ഭൂമിയിൽ സഹനങ്ങൾ അല്പപ്പോലും മാറ്റി നിർത്താത്ത ക്രിസ്തു എല്ലാ സഹനങ്ങളെയും സന്തോഷപൂർവ്വം സ്വീകരിച്ച് കടന്നുപോയി. പ്രിയമുള്ളവരെ, അവൻ ദൈവപുത്രനായിരുന്നു. ആ ദൈവപുത്രനെ പിൻചെല്ലുന്ന നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളിൽ ചുരുങ്ങിപ്പോകാതെ ക്രിസ്തു എന്ന വലിയ ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ, അതിലേക്ക് കടന്നു പോകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും, വാക്കുകളിൽ മാറ്റമുണ്ടാകും, ചിന്തകളിൽ ക്രിസ്തു ഉണ്ടാകും, പ്രവൃത്തികളിൽ ക്രിസ്തു ഉണ്ടാകും. ഇങ്ങനെ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിനിടയിൽ മറ്റൊരു ക്രിസ്തുവായി നാം മാറും. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അങ്ങനെ ഒരു അത്ഭുതത്തിന് വേണ്ടിയാണ് ഈ തപസ്സുകാലം നമ്മെ ക്ഷണിക്കുന്നത്. നമ്മെല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ.